ഹായ് ഫ്രണ്ട്സ്, വിക്രം വേദയുടെ നെക്സ്റ്റ് വീക്കിൻ്റെ കിഡിലം പ്രൊമോ വന്നിട്ട് കേട്ടോ. വിക്രം ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത് വേദ എന്തോ ബുക്കോ പേപ്പറോ എന്തോ വായിക്കാട്ടോ. എന്നിട്ട് വിക്രമിൻ്റെ അടുത്തേക്ക് ചെല്ലും. വിക്രമിൻ്റെ മുഖത്ത്, അതായത് കവിളിൻ്റെ അടുത്തേക്ക് ഉമ്മ വയ്ക്കാൻ പോകുന്ന പോലെ പോവാണ്. എന്തിനാണെന്നറിയില്ല. പെട്ടെന്ന് വിക്രം എഴുന്നേൽക്കുന്നുണ്ട്. വിക്രമിനെ പേടിപ്പിക്കാൻ വേണ്ടി എന്തോ വേദ ഒപ്പിച്ചിട്ടുണ്ട്. അതോ ചെവിയിൽ എന്തോ പറയാനായിട്ട് പോവാണോന്ന് അറിയില്ല കേട്ടോ. അതിൽ വിക്രം ചാടി എഴുന്നേൽക്കും. അയ്യോ, ഞാൻ വെറുതെ പറഞ്ഞതാ എന്നും പറഞ്ഞുകൊണ്ട് വേദ റൂമിൽ നിന്ന് ഇറങ്ങി ഓടുമ്പോ, ഡി നിന്നെ ഞാൻ എന്ന് പറഞ്ഞ് പിന്നാലെ ഓടും. വേദ ഓടി നന്ദിനിയുടെയും ശ്രീജയുടെയും ബാക്കിൽ നിൽക്കും. എന്നിട്ട് ഇങ്ങനെ കുട്ടികൾ കളിക്കുന്ന പോലെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിക്കുമ്പോൾ പിന്നാലെ മറ്റേ ആൾ വരുമല്ലോ, അതുപോലെയായിരുന്നു ഇവർ രണ്ടുപേരും കൂടെ. വിക്രം അവിടുന്ന് അടിക്കാനായി ഓടി വരുമ്പോൾ വേദ മുറ്റത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. പെട്ടെന്ന് മാഷ് വരുന്നത് കണ്ടിട്ടില്ല. മാഷിനെ പോയി ഇടിക്കും. വിക്രമാണെങ്കിൽ അടിക്കാനായി പേപ്പറും ചുരുട്ടിക്കൊണ്ടാണ് വരുന്നത്. പെട്ടെന്ന് മാഷിനെ കാണുന്നതും രണ്ടുപേരും സ്റ്റെക്കായി നിൽക്കുന്നുണ്ട്. ആകെ പേടിച്ചു പോവും. സോറി അച്ഛാ എന്ന് പറയുമ്പോൾ മാഷ് പറയും, എൻ്റെ വീട്ടിൽ മക്കൾക്കിടയിൽ തമാശയും ചിരിയും കളിയൊക്കെ ഉണ്ടെങ്കിൽ അതെനിക്കും സന്തോഷമുള്ള കാര്യം തന്നെ എന്ന് പറഞ്ഞ് മാഷ് എവിടുന്ന് പോവാ. ഇത് വിക്രമിനും വേദിക്കും ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. മാഷ് പോയി കഴിഞ്ഞാൽ നന്ദിനി അവിടെ തന്നെ ഉണ്ട് കേട്ടോ. വിക്രമിനെ നോക്കി വേദ പറയും, സാമൂഹ്യദ്രോഹി എന്ന് പറഞ്ഞ് ചിരിച്ചു കളിച്ചടന്ന് പോകും. നന്ദിനി അന്തം വിട്ട് നിൽക്കുകയാണ്. പിന്നെ ഇവർ തമ്മിലുള്ള ഈ കുസൃതിയും സ്നേഹമൊന്നും അങ്ങോട്ട് പിടിക്കുന്നില്ല. ശേഷം പിന്നീട് വേദ അവിടുന്ന് അഡ്വക്കേറ്റ് ചക്രമണി സാറിൻ്റെ അടുത്ത് പ്രാക്ടീസിന് പോകുന്നുണ്ടല്ലോ. അങ്ങനെ രാവിലെ പോവാൻ തുടങ്ങുമ്പോൾ ശ്രീചേട്ടത്തി ചോദിക്കും, നിങ്ങൾ തമ്മിൽ എന്താ പ്രണയിക്കാത്തത്? വേദ പറയും, ഞങ്ങൾ തമ്മിൽ പ്രേമിക്കുന്നില്ലെന്ന്. ആരാ പറഞ്ഞത്? ഒരുപക്ഷെ കാണുന്നവർക്ക് പിടികിട്ടാത്ത ഒരു വിചിത്ര പ്രണയമായിരിക്കും ഞങ്ങളുടേത് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന ചില ഭാഗങ്ങളുണ്ട്. പിന്നീട് കാണിക്കുന്നത് വേദ ചക്രവാണി സാറിൻ്റെ അടുത്ത് എത്തിയിരിക്കട്ടോ. അങ്ങനെ അവിടുന്ന് അങ്ങനെ ഇനി പുതിയ വല്ല കേസും കൊടുക്കണമെന്നൊന്നും അറിയില്ല. അങ്ങനെയുള്ള ചില ഭാഗങ്ങളൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട്. അപ്പം ഇനി ആ ഭാഗത്തിനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യാം. ഇന്നത്തെ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്